ഹലോ കൂട്ടുകാരെ, കലാസ് വ്ലോഗിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങയില പറിച്ച് കൊടുത്തതാണേ. അപ്പോൾ മാളു താളിയൊക്കെ തേച്ചിട്ടിരിക്കുക. അപ്പോൾ അവളതെല്ലാം നുള്ളി പറക്കി തരാമെന്ന് പറഞ്ഞു. അതിൽ എന്തെങ്കിലും ഈച്ചയോ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് അവളിങ്ങനെ ഓരോരോ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണേ. വളരെ പതുക്കെ അത് ചെയ്യുന്നത്. വേഗം ചെയ്യാൻ വേണ്ടി ഞാൻ അവളോട് പറയുക. ഞാനപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങുവാണ്. എൻ്റെ കയ്യുടെ പറഞ്ഞിരുന്നില്ലേ ടെന്നീസ് എൽബോയുടെ ഡോക്ടറെ കാണിക്കാൻ. അപ്പോൾ 3 മണിക്ക് പുള്ളി വീട്ടിൽ കൺസൾട്ടിങ് ഉണ്ട്. അപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ആ കൂട്ടത്തിൽ എനിക്ക് ഓർഡർ ഉള്ളതാണ് ഈ 2 ചുരിദാറും ഈ ഒരു സാരി. അപ്പോൾ പോകും വഴിക്കാണ് അവരുടെ വീട്. അപ്പോൾ അവിടെ കയറി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല ചെറിയ പർച്ചേസിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ പറ്റുമെങ്കിൽ വീഡിയോയിൽ എടുക്കാം, എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നാൽ ഞാൻ പോയിട്ട് വരട്ടെ. നിങ്ങളിത് കണ്ടോ? ഞാൻ പോകാൻ വേണ്ടി നിങ്ങളോടെല്ലാം വർത്താനം പറഞ്ഞ് ഇറങ്ങുമ്പോഴാണ് ഞാൻ മാളുവിനെ ശ്രദ്ധിക്കുന്നത് കേട്ടോ. അവളിനി വരും ദിവസങ്ങളിലേക്കുള്ള താളിയൊക്കെ തയ്യാറാക്കി വെക്കുവാണ്. പക്ഷേ ഇത് നല്ലതാണ് കേട്ടോ, എല്ലാവരും ആവശ്യക്കാരുണ്ട് അതിൽ. അങ്ങനെ ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോൾ ഇപ്പം ഞാൻ റോഡിൽ കാണിച്ചു തരാൻ അറിയാം, ഞങ്ങളുടെ മണിക്കുട്ടിയാണ്. അപ്പോൾ വണ്ടിയൊന്നും തട്ടണ്ടാന്ന് വിചാരിച്ച് ഞാൻ മാളുവിനോട് അവളെ ഇങ്ങനെ കയറ്റി വിടാൻ വേണ്ടി പറയുക കേട്ടോ. പക്ഷെ ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ അവൾ വേഗം കയറിപ്പോയി. അവിടെ കയറണം ആദ്യം. നോക്ക് അങ്ങോട്ട് പോനാ. ഞാൻ ചിരിക്കുന്നത് എന്താണെന്നറിയാം, ഞാൻ ഗീതുവിനോട് അവിടെ ഒരു ആയുർവേദ ഷോപ്പ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മുമ്പിൽ കൂടെ പോയ ആൾക്കാർ അയ്യോ ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ. അതാ അവൾ ഈ ചിരിക്കുന്നത് കേട്ടോ. ഇതൊരു ആയുർവേദ ഷോപ്പാണേ. അപ്പോൾ എനിക്ക് ഇല്ലാത്ത അസുഖങ്ങളൊന്നും ഇല്ല കേട്ടോ, കിഡ്നി സ്റ്റോണൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കല്ലുരുക്കി വാങ്ങിച്ചിട്ട് വെള്ളം ഇട്ടിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഗ്ലിസറിന് റോസ് വാട്ടറും ഒക്കെ വേണമായിരുന്നു. അതെല്ലാം അവിടെ നിന്ന് വാങ്ങി. പിന്നെ ഒരു ഫാൻസി സ്റ്റോറിൽ കയറി കേട്ടോ. തലയിലിടാൻ ഒറ്റ പുഴുവില്ല, എല്ലാം എൻ്റെ കൊച്ചു പിള്ളേർ കടിച്ചെടുത്തുകൊണ്ട് കൊണ്ട് കളഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഡോക്ടറുടെ അടുത്ത് എത്തിയേ. ഗവൺമെൻറ് ഹോസ്പിറ്റൽ രാവിലെ നമ്മൾ പോകണം, നമ്മൾ പോയില്ല. പ്രൈവറ്റായിട്ട് പുള്ളിയെ കാണാൻ വരുന്ന സ്ഥലമായത് ഉണ്ടോയെന്ന് നോക്കാം. വന്ന കാര്യം നടന്നില്ല ഗൈസ്. 7:30 ആകുമ്പോഴേ ഉള്ളൂ ഡോക്ടറെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിലേക്ക് പോകാം കേട്ടോ. പോകും വഴിക്ക് മീൻ കണ്ടുകൊണ്ട് നിർത്തിയതാണ്. ഒരുപാട് മീനുണ്ട്, പല സൈസ് ഐറ്റംസുകളുണ്ട് കേട്ടോ. ഞാനതിൽ നിന്നൊരു 2-3 ഐറ്റം വാങ്ങി. മത്തിയും എന്താ പറയുക കണ്ണനയില എന്നൊക്കെ പറയാതെ ചൂര അങ്ങനെയൊക്കെ വാങ്ങി. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകും വഴിക്ക് വീടിനടുത്തുള്ളൊരു ചായക്കടയായത് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചായക്കടി വാങ്ങാറുള്ളത്. 10 രൂപയേ ഉള്ളൂ കേട്ടോ, അത്യാവശ്യം വലിപ്പമുള്ള ചായക്കടിയും കിട്ടും. അങ്ങനെ ഞങ്ങൾ ചായക്കടിയും വാങ്ങി നേരെ വീട്ടിലേക്ക് പോകുമ്പോഴേക്കാണ് ഓർക്കുന്നത് അമ്മൂമ്മയ്ക്ക് ഗുളിക വാങ്ങണം എന്നുള്ള കാര്യം. അങ്ങനെ പിന്നെ ജനൌഷധിയിൽ കയറി അമ്മയ്ക്കുള്ള ഗുളികയും വാങ്ങി. വീടിനടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് വീണ്ടും കയറി പാല് വാങ്ങാൻ വേണ്ടി. അപ്പോൾ പാല് വാങ്ങാൻ കയറിയപ്പം അവൻ ഇങ്ങനെ എൻ്റെ വീഡിയോയുടെ കാര്യമൊക്കെ പറയുക കേട്ടോ. അങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് അവൻ പോസ് ചെയ്യുന്നതാണ് നിങ്ങളെ കാണിച്ചു കേട്ടോ. വീട്ടിൽ വന്ന പുറകെ തന്നെ ഞാൻ പിന്നെ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടി അങ്ങ് മിക്സ് ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്ക് വേഗം എടുത്തിട്ട് മുഖത്ത് പുരട്ടാലോ എന്ന് കരുതിയിട്ട്. അപ്പം ആൾ കുളിച്ചിട്ട് ഇറങ്ങി വന്നതേ ഉള്ളൂ. അവൾ വേഗം ഒരു ചായക്കടിയൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണേ. ചായയൊക്കെ പിടിച്ചിങ്ങനെ കാണിച്ചു തരുക. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ചായ കുടിച്ച് കഴിഞ്ഞാൽ പുറകെ തന്നെ ഞാൻ വെച്ചെന്നാൽ മീൻ അങ്ങ് വെട്ടിയേക്കാം. കഴുകുന്നതിന് മുന്നേ പാഷാണത്തി കൃമികളെ ഇവിടുന്ന് മാറ്റണം. എൻ്റെ കൊച്ചിൻ്റെ കോളാമേ ഇങ്ങോട്ട് വരുന്ന ഞാൻ കണ്ടായിരുന്നല്ലോ. തല വേണ്ടെന്നടി, മുഴുത്തത് മതി കേട്ടതാ. കണ്ടോ? തലയൊന്നും വേണ്ട. കോളാമ്പിയും എടുത്ത് കളി. ബാ മോനെ ബാ, തലയിൽ മാറ്റട്ടെ, എന്നാലേ കുഞ്ഞിന് തിന്നാൻ പറ്റത്തുള്ളൂ. തല മാറ്റട്ടെ, തലയിൽ ഊരട്ടെ. കിച്ചുമോനെ തരാൻ കേട്ടോ, തരാം. കിച്ചുമോനും തരും കേട്ടോ. പിള്ളേർക്കെല്ലാം മീന്തല് അതിൻ്റെ ചെറിയതൊക്കെ കൊടുത്തിട്ട് പിന്നെ ആ വലിയ ചൂരയുടെ തല കിച്ചുവിന് കൊടുത്തിട്ടാട്ടോ ഞാൻ എഴുന്നേറ്റതേ.
മീൻ വെട്ടിയിട്ട് അകത്ത് വന്ന് കയറിയപ്പോൾ രാവിലത്തെ കുറേ പാത്രങ്ങൾ കിടപ്പുണ്ടായിരുന്നു കഴുകാൻ. എന്നാൽ പിന്നെ അതെല്ലാം വേഗം അടുക്കളയൊക്കെ അങ്ങ് നീറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു സൈഡിൽ മീനും അടുപ്പത്ത് തിളപ്പിക്കാൻ വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് ഷോർട്സിൽ കാണിച്ചു തന്നില്ലേ, എനിക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടെന്ന്. അപ്പോൾ പിന്നെ അങ്ങനെ അത് കൊടുക്കാൻ വേണ്ടി പോവാണേ. അപ്പോൾ ചേട്ടനും ചേച്ചിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ, അങ്ങനെ പെട്ടെന്ന്. കാരണം പിള്ളേർ സാധാരണ ഇവിടെ ഉള്ളപ്പോഴാണ് അവരെന്തെങ്കിലും ചെയ്യുക, പക്ഷേ അവരില്ലാത്തപ്പം ഇങ്ങനെ ഒരു സർപ്രൈസ് അവർ ഒരുക്കിയിട്ടുണ്ടെന്ന് ചേച്ചി ഒന്നും ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ ഇട്ട് നോക്കുമ്പോൾ ചേച്ചിക്ക് അത് കുറച്ച് വലുത്. എന്നാൽ പിന്നെ അവിടുത്തെ മെഷീനിൽ അതിൻ്റെ സൈഡ് ഒന്ന് അടിച്ചു കൊടുത്തേക്കാമെന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ വേഗം പെട്ടെന്ന് തന്നെ അത് അടിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് എന്തിനാണെന്ന് വെച്ചാൽ വേഗം ഞങ്ങൾക്കൊന്ന് അമ്പലത്തിൽ പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചേച്ചി വേഗം അതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇത് ചേച്ചിയുടെ മോളാണ് കേട്ടോ. ചേച്ചിക്ക് ഒരു മോളുണ്ട്, അവൾ ബാംഗ്ലൂർ പഠിക്കുവാണ്. ഇത് ചേച്ചിയുടെ രണ്ടാമത്തെ മോളാണ് കേട്ടോ. മോളെ പോലെ തന്നെയാണേ പശുക്കുട്ടി. ഭയങ്കര സ്നേഹമുള്ളൊരു പശുക്കുട്ടി. അവളും ഈ നമ്മുടെ റാണി എന്ന് പറഞ്ഞ പട്ടിക്കുഞ്ഞില്ലേ, അവരുമായിട്ട് ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അവിടെയൊക്കെ നോക്കി നല്ല പച്ചപ്പും നല്ല രസമില്ലേ കാണാൻ. എനിക്കിഷ്ടം കേട്ടോ അവരുടെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാരണം അവിടെ ഇതുപോലെ ഈ പശു റാണി ഇതെല്ലാം ഉള്ളതുകൊണ്ട്. ഇപ്പോൾ റാണി ഇരുന്ന് കുഞ്ഞു കളിക്കുക. ഇപ്പോൾ നമ്മളാരും കണ്ടില്ലാതെ റാണി ഇപ്പോൾ പശുക്കുട്ടിയുടെ തലയിലൊക്കെ കയറി നിന്നേനെ. അപ്പോൾ ഞാൻ ഈ ഗീതുവിനെ കണ്ടോണ്ടാണേ വീഡിയോ എടുക്കുന്ന കണ്ടോണ്ട് ഓടി വരുവാണേ അവളുടെ ദേഹത്ത് കയറാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്തൊക്കെ സ്നേഹം അത് കാണിക്കുന്നത് കണ്ടോ, ഭയങ്കര ഇത്. പിന്നെയും തിരിഞ്ഞു നോക്കും, പിന്നെ അങ്ങോട്ട് പോകും. ഇങ്ങനെയുള്ള കളികളാണ്. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ കൂടെ നിന്ന് കളിച്ച്. കളിയെല്ലാം കഴിഞ്ഞ് പിന്നെ പോവാണ്ട പശുക്കുട്ടിയുടെ അടുത്തേക്ക്. അതിൻ്റെ തലയിലൊക്കെ കയറിയിരിക്കും. അതിന് ഫുഡ് കഴിക്കുന്ന പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ കളികളെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ വന്ന് നോക്കുമ്പോൾ ഉണ്ട് വല്യമ്മ ഞങ്ങൾ വന്നതറിഞ്ഞുകൊണ്ട് അവിയലിനരിയുക. അപ്പോൾ ഇവിടെ എൻ്റെ അമ്മയ്ക്ക് അവിയൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് കുറച്ച് തന്നും വിടാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിയലിനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ് എൻ്റെ വല്യമ്മ. അങ്ങനെ ചേച്ചി ഒരുങ്ങി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ്. അവിടെ അടുത്ത് തന്നെയാണ് അമ്പലം, ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ്. അപ്പോൾ ഇന്ന് അവിടെ ഒരു വിശേഷമുണ്ട് കേട്ടോ. ഇന്ന് ഭഗവാന്റെ കല്യാണം, സപ്താഹത്തിൻ്റെ രുക്മിണി സ്വയംവരമാണ്. അപ്പോൾ ഇന്ന് രുക്മിണി സ്വയംവരത്തിൻ്റെ സദ്യ ഉണ്ട്, ഭഗവാന്റെ കല്യാണം കൂടി. സദ്യയൊക്കെ കഴിച്ചിട്ട് പോകാം എന്ന് കരുതിയാണ് ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇനി ഭഗവാന്റെ കല്യാണം കാണിച്ചു തരാം. ഇത് ഞങ്ങളുടെ അമ്പലമാണ്. അപ്പോൾ രുക്മിണി സ്വയംവരത്തിന് വേണ്ടി രുക്മിണിയും ഒക്കെ ഒരുങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് അത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ബഹളമയമാണ് അവിടെ. രുക്മിണി സ്വയംവരത്തിൻ്റെ ആ ഒരു ടൈമൊക്കെ ആയതിൻ്റെ ഒരു ഇതാണ് അവിടെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ അവിടെ പോയി കുറേ നേരം പ്രഭാഷണമൊക്കെ കേട്ടിരിക്കാം. നല്ല പ്രഭാഷണമായിരുന്നു കേട്ടോ, ഒരു രസികൻ തിരുമേനിയായിരുന്നു. നമുക്ക് കേട്ടിരിക്കാൻ തോന്നും. നിങ്ങൾ കണ്ടോ. അങ്ങനെ ഭഗവാന്റെ കല്യാണവും കഴിഞ്ഞു, പൂജയൊക്കെ കഴിഞ്ഞു. അങ്ങനെ പ്രസാദത്തിന് വേണ്ടി ഞങ്ങൾ ക്യൂ നിൽക്കുക കേട്ടോ. ഞങ്ങളിങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ കാണാൻ നല്ല അടിപൊളി പാൽപ്പായസം ഇങ്ങനെ തിരുമേനി ഇങ്ങനെ കൊടുക്കും എല്ലാവർക്കും ചെറിയ ഗ്ലാസ്സിൽ. അപ്പം എനിക്കൊക്കെ ടെൻഷനായി. ഞങ്ങളടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് തീരുമെന്ന് ഉറപ്പായിരുന്നേ. കറക്റ്റ് ഞങ്ങൾ ആ ചെല്ലുന്ന വരി വരെ ഞങ്ങൾക്ക് ഗ്ലാസ്സിലൊന്നും കിട്ടിയില്ല, പക്ഷേ ഞങ്ങൾക്ക് കയ്യിൽ കിട്ടി കേട്ടോ. ഞങ്ങൾക്ക് മാത്രമേ കിട്ടിയുള്ളൂ, പുറകിലേക്കുള്ള ആൾക്കാർക്കൊന്നും കിട്ടിയില്ല. എന്നിട്ട് തിരുമേനി പറയുകയും ചെയ്തു, നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, നിങ്ങൾക്കത് കിട്ടിയല്ലോ പ്രസാദമെന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് വരുന്ന വഴിക്ക് മാളുവിൻ്റെ DTDC കയറണമെന്ന് അവൾക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും വാങ്ങി നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോരുവാണ് കേട്ടോ. ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. DTDC പോയി മാളുവിൻ്റെ കൊറിയറും ഒക്കെ വാങ്ങി വീട്ടിലെത്തി. അപ്പോൾ ഞാൻ പിന്നെ വൈകുന്നേരമാണ് ആശുപത്രി പോകുന്നത്. അപ്പോൾ ആ ഡോക്ടറെ കണ്ട കാര്യം അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഒന്നാമത്തെ സന്ധ്യയൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ നല്ല ട്രാഫിക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വീഡിയോ ഒന്നും എടുത്ത് വെക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഡോക്ടറെ കണ്ട കാര്യം നിങ്ങളോട് പറയണമല്ലോ, അപ്പോൾ അതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതായത് ഞാൻ ഡോക്ടറെ കണ്ടു. ഞാൻ ഈ കൈയുടെ കളറൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഡോക്ടർ പറയുന്ന കളർ മാറേണ്ട ടൈം ആയതാണ്. പിന്നെ ഈ ടെന്നീസ് എൽബോയുടെ വേദന തിരിച്ചു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു 6 മാസം കൂടുതൽ ടെന്നീസ് എൽബോയുടെ ഇഞ്ചക്ഷൻ ലാസ്റ്റ് ചെയ്യൂല എന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കത് വേഗം തന്നെ. പിന്നെ ആ കൈ കൊണ്ട് ഞാൻ കുറേ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ അമ്മയ്ക്ക് സുഖമില്ലാണ്ടിരുന്നപ്പോൾ ഒക്കെ കുറേ ആ കൈ കൊണ്ട് എടുക്കുകയൊക്കെ ചെയ്തു, പണിയെടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് അത് നമുക്ക് അത് തിരിച്ചപ്പോൾ അത്രയും പെട്ടെന്ന് ആ വേദന വന്നത്. പിന്നെ ഇനി അതിനുള്ള ഒരു ശാശ്വത പരിഹാരം എന്ന് വെച്ചാൽ സർജറിയാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ സർജറി ചെയ്തിട്ട് നമുക്ക് കേടായ മജ്ജയും മാംസമൊക്കെ റിമൂവ് ചെയ്യുക. എന്നിട്ട് ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ ശരീരത്തിലേക്ക് പിന്നെ തിരിച്ച് വന്നോളും. അപ്പോൾ അതാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ എന്തുമായാലും ഒരാഴ്ചത്തെ ഗുളിക കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ
ഗുളിക തന്നിട്ടുണ്ട്. അത് കഴിച്ച് തുടങ്ങണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ചെല്ലുമ്പോൾ കുറച്ച് ടെസ്റ്റുകളൊക്കെ ഡോക്ടർ തരും. അപ്പോൾ അതുകൂടെ നോക്കുക. എന്നിട്ട് തീരെ പറ്റിയില്ലെങ്കിൽ നമുക്ക് സർജറിയുടെ കാര്യത്തെപ്പറ്റി തീരുമാനിക്കാം എന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ ഇന്നത്തെ വീഡിയോ അതോട് കൂടിയിട്ട് കഴിയുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. അപ്പം നിങ്ങളെനിക്ക് വേണ്ട സപ്പോർട്ടുകളെല്ലാം തരും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.